നമ്മൾ ഇന്നിവിടെ അക്വേറിയം മീനുകളെ എങ്ങനെ അക്വേറിയം ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് നന്നായിട്ട് പരിപാലിക്കാം, എങ്ങനെ അവരെ സ്നേഹിച്ച് വളർത്താം അല്ലെ. സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓർണമെന്റൽ ഫിഷ് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്വന്തമായിട്ട് നമുക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റും. ബയോഡൈവേഴ്സിറ്റി എന്താണ്, ജൈവ വൈവിധ്യം. ഒരു ഗ്ലാസ് ടാങ്കിനകത്ത് എന്താണ്, ജീവനുള്ള എല്ലാം ഒരുമിച്ച് വളരാൻ പറ്റും അല്ലേ. പ്ലാന്റ്സ് കാണും, ഫിഷ് കാണും, അവിടുത്തെ ബാക്ടീരിയ കാണും അല്ലേ, എയർ കാണും, അങ്ങനെ ഒരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റിക്കുള്ളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഒരു അക്വേറിയം. ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇപ്പൊ സാറ് കാണിച്ചു തരും. നിങ്ങൾക്ക് കടയിൽ ഇത് മേടിക്കാൻ കിട്ടും. സാറ് പറഞ്ഞ പോലെ അക്വേറിയം ഷോപ്പിൽ ഇത് മേടിക്കാൻ കിട്ടും. ഇത് ഇന്ന് ഒരു ചെറിയ കഷ്ണം പേപ്പർ മതി, വെള്ളത്തിലോട്ട് അധികം മുക്കണ്ട, ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി. അപ്പൊ ഒരു 2 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിന് ഇതിൽ ഏതെങ്കിലും ഒരു കളർ വരും. മനസ്സിലായോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കളർ ഈ പേപ്പറിന് വരും. അപ്പൊ നമ്മൾ ഈ പേപ്പർ, ഈ കളർ, ഇപ്പൊ ഇതിനകത്ത് ചാർട്ട് ഉണ്ടല്ലോ, പുറത്ത് കളർ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ കളറുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ വെള്ളം ഏത് പീരിയഡ്. പോലെയാണ് ഞാൻ കണ്ടത്. പിന്നെ എല്ലാം വളരെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് സാർ എപ്പോഴും ഒരു ക്ലാസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. കുറെ മീനുകളെ പറ്റി പഠിച്ചു. സാറ് നന്നായിട്ട് പഠിപ്പിച്ചു. പിന്നെ സാറ് പഠിപ്പിച്ചത് മീൻ തിന്നുന്ന പിന്നെ കുറെ മീനുകളെ. സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാറാണെങ്കിൽ ഓരോ ഓർഗനൈൻ ഫിഷിനെയൊക്കെ പഠിപ്പിച്ചു, അത് ഏത് പേരൊക്കെയാണെന്ന് പറഞ്ഞു. ഓരോ മീനിന്റെ പേരും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് അതും. ഞാൻ പഠിക്കുന്ന ക്ലാസ് 4. സാറിൻ്റെ ക്ലാസ് നല്ല